الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير عملا. സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ്റെ ദുനിയാവിലെ ജീവിതത്തിൽ മനുഷ്യൻ നെട്ടോട്ടമോടുന്നത് സമ്പത്ത് നേടിയെടുക്കാനുള്ള പരക്കമ്പാച്ചിലിലാണ് മനുഷ്യരെല്ലാവരും. സമ്പത്തിൻ്റെ ആധിക്യം അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കാനുള്ള മാർഗം എന്താണ് എന്ന് ദിനേന അന്വേഷിക്കുകയാണ് മനുഷ്യൻ. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്, സമ്പത്തിനോടുള്ള ഇഷ്ടം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തരുന്നൊരു ഭാഗമാണ് സമ്പത്തിനോടുള്ള മനുഷ്യൻ്റെ ആർത്തിയും അതേപോലെ തന്നെ ആ സമ്പത്ത് മനുഷ്യൻ ചിലവഴിക്കുന്നിടത്ത് കാണിക്കേണ്ട ശ്രദ്ധയും സൂക്ഷ്മതയുമൊക്കെ അള്ളാഹുവിൻ്റെ ദീന് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നൊരു ഹദീസ് നമുക്കിങ്ങനെ കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അന്നഹു ഖാല, അവിടുന്ന് വിശദീകരിച്ചു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലൗ അന്നൽ ഇബ്ന ആദമ വാദിയാൻ മിൻ ദഹബിൻ അഹബ്ബു അൻ യകൂന ലഹു വാദിയാൻ.
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലൗ അന്നൽ ഇബ്ന ആദം, ആദമിൻ്റെ സന്തതിക്ക് വാദിയൻ, ഒരു താഴ്വര ലഭിച്ചാൽ, മിൻ ദഹബിൻ അഹബ്ബു അൻ യകൂന ലഹു വാദിയാൻ, രണ്ടാമത്തെ സ്വർണത്തിൻ്റെ ഒരു താഴ്വര അവന് ലഭിച്ചാൽ അവൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ ഒരു താഴ്വര കൂടി കിട്ടിയിരുന്നുവെങ്കിൽ എന്നാണ് കൊതിക്കുക. ഇത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. കിട്ടിയത് പോരാ, കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന, രണ്ടാമത്തെ ഒരു താഴ്വര കൂടി കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് കൊതിക്കുകയാണ് മനുഷ്യൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലം യംലഅ ഫ ഇല്ല തുറാബ്, അവൻ്റെ വായിലേക്ക് മണ്ണല്ലാതെ അവൻ്റെ വായ നിറക്കുകയില്ല. അവൻ ഖബറിലെത്തുന്നത് വരെ അവൻ്റെ ഈ ആഗ്രഹം നിലനിന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വയതൂബുല്ലാഹു അലാ മൻ താബ, പശ്ചാത്തപിക്കുന്നവൻ്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്ന് വിശദീകരിക്കുന്നത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. സഹോദരങ്ങൾ, ഇവിടെ പ്രധാനമായും മനുഷ്യന്റെ സമ്പത്തിനോടുള്ള ഹുബ്ബിനെ കുറിച്ചാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. മനുഷ്യൻ ഖബറിലെത്തുന്നത് വരെ ഇങ്ങനെയായിരിക്കുന്നതാണ്. ഖുർആൻ പറഞ്ഞല്ലോ, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. സമ്പത്ത് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക, കിട്ടിയത് എണ്ണി സംരക്ഷിച്ചു വെച്ച് അതിനെ കൂട്ടിവെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ഹത്താ സുർതുമുൽ മഖാബിർ, അവൻ ഖബറിലേക്ക് എത്തുന്നത് വരെ, ഖബറിലേക്ക് അവൻ ചെന്നെത്തുന്നത് വരെ അവൻ്റെ ജീവിതത്തിൽ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നതാണ്. പണം ഉണ്ടാക്കാനുള്ള വെത്തപ്പാടിലും വെപ്രാളത്തിലുമാണ് മനുഷ്യൻ. ഇസ്ലാം അത് വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ പല മനുഷ്യരുടെയും അപകടം എന്തെന്ന് വെച്ചാൽ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഹ്റമു ഇബ്നു ആദമ വയശിബ്ബു മിൻഹു ഇസ്നാനിൽ ഹിർസു അലൽ മാൽ വൽ ഹിർസു അലൽ ഉമർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആദമിൻ്റെ പുത്രൻ വൃദ്ധനാകുന്നു. വാർദ്ധക്യത്തിലെത്തിയ ഒരടിമയെ സംബന്ധിച്ച് പറയാണ്, എന്നാൽ രണ്ട് കാര്യത്തിൽ അവൻ വൃദ്ധനാകുന്നില്ല, വയസ്സനാകുന്നില്ല. ഏതൊക്കെയാണ് രണ്ട് കാര്യം? ഒന്ന്, അൽ ഹിർസു അലൽ മാൽ, സമ്പത്തിനോടുള്ള ആർത്തിയിൽ മനുഷ്യനെന്നും വാർദ്ധക്യത്തിലേക്ക് എത്തുന്നില്ല. രണ്ട്, വൽ ഹിർസു അലൽ ഉമർ, മനുഷ്യൻ്റെ വയസ്സ് കൂടുന്നതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പിന്നെ അവൻ ചെറുപ്പമായി തന്നെ നിലനിർത്തുന്ന കാര്യത്തിൽ രണ്ടെണ്ണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ രണ്ടെണ്ണം, ഒന്ന് സമ്പത്തിനോടുള്ള ആർത്തിയാണ്, മറ്റൊന്ന് ജീവിതത്തിനോടുള്ള ആഗ്രഹമാണ്. ഇനിയും ജീവിക്കണം, എനിക്കിവിടെ ഇനിയും വേണം എന്ന ആഗ്രഹവും, അതേപോലെ തന്നെ ജീവിക്കുന്ന കാലമത്രയും ഞാൻ സമ്പന്നനായിരിക്കണം, സമ്പത്തുണ്ടാവണം എന്ന കൊതിയും മനുഷ്യൻ്റെ കൽബിലുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പക്ഷേ മനുഷ്യൻ ഏറ്റവും വലിയ അബദ്ധം ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, അള്ളാഹു ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചു. സമ്പാദിക്കണമെന്ന് പറഞ്ഞു നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുന്നിടത്ത് നിങ്ങൾ ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കണം. കിട്ടുന്നത് കുറച്ചാണെങ്കിലും അതിൽ തൃപ്തിയുള്ള, റബ്ബിൻ്റെ തൃപ്തിയോടുകൂടി നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ ഹലാലായ മാർഗത്തിൽ ആയിരിക്കണം നിങ്ങൾ സമ്പാദിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, സമ്പത്ത് ഒരു പരീക്ഷണമാണ്. സമ്പത്ത് നമുക്കൊരു പരീക്ഷണമായി വരും. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ചത് അതാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ 100-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ചു, ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, തീർച്ചയായും അവൻ ലിഹുബ്ബിൽ ഖൈർ, അവൻ്റെ ധനത്തിനോടുള്ള സ്നേഹം
ലശദീദ്, കഠിനമാകുന്നു. കഠിനമായ രൂപത്തിൽ അവൻ അവൻ്റെ സമ്പത്തിനെ സ്നേഹിക്കുന്നു. ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ തഫ്സീറുസ് സഅദിയുടെ തഫ്സീറിൽ നമുക്ക് കാണാം, ഇന്നഹു എന്ന് പറഞ്ഞാൽ അൽ ഇൻസാൻ, അത് മനുഷ്യനാണ്. ഹുബ്ബിൽ ഖൈർ, ഹുബ്ബുൽ ഖൈർ, ഖൈറിനോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞാൽ, ഖൈറിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അവൻ സമ്പത്തിനെ സ്നേഹിക്കുന്നവനാണ്. സമ്പത്തിനോടുള്ള സ്നേഹമാണ് ലശദീദ്. ലശദീദ് എന്ന പ്രയോഗത്തെ വിശദീകരിക്കുന്നിടത്ത് കഠിനമാകുന്നു, കഠിനമായ സ്നേഹമാകുന്നു. എന്നിട്ട് മഹാനവറുകൾ വിശദീകരിക്കുന്ന വാചകം കാണാം, കസീറുൽ ഹുബ്ബി ലിൽ മാൽ, സമ്പത്തിനോടുള്ളവൻ്റെ ആർത്തി അധികമായി അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ സമ്പത്തിനോടുള്ള ആർത്തി കൂടുകയാണ്. എത്രത്തോളമാണ്? വഹുബ്ബുഹു ലിദാലിക, ആ കഠിനമായ സ്നേഹം, വഹുവല്ലദീ ഔജബ ലഹു തർക്കൽ ഹുഖൂഖി അൽവാജിബതി അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട, ബാധ്യതയാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ വിഷയത്തിൽ പോലും അവൻ അശ്രദ്ധയിലാകുന്ന രൂപത്തിൽ സമ്പത്തിനോട് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നു, സമ്പത്തിനെ പ്രധാനമായി കാണുന്നു. ജീവിതത്തിൽ നമുക്ക് ബാധ്യതയുള്ള അമാനത്തുകൾ പോലും മറന്നു പോകുമാറ് സമ്പത്തിനോട് മനുഷ്യൻ ഇഷ്ടപ്പെട്ടു പോകുന്നു എന്നാണ്. അള്ളാഹ് നിർബന്ധമാക്കിയ ഇബാദത്ത് മറന്നു കളയുമാറ്, നിസ്കാരം ജമാഅത്തിന് പള്ളിയിലെത്തുന്നത് മറന്നു കളയുമാറ്, അള്ളാഹു അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ അള്ളാഹു നിർബന്ധമായി ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെപ്പോലും മറക്കുമാറ് മനുഷ്യൻ സമ്പത്തിനോട് ഹുബ്ബുള്ളവനായി മാറുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിൽ സമ്പാദ്യങ്ങൾ ഉണ്ടാവണം, സമ്പത്തുണ്ടാവണം, പക്ഷേ അള്ളാഹുവിനെ മറന്നുകൊണ്ടാവരുത്. മഹാനവറുകൾ വിശദീകരിക്കുന്നിടത്ത് നോക്കൂ നിങ്ങൾ, ഖദ്ദമ ശഹുവത നഫ്സിഹി അലാ റിളാ റബ്ബിഹി, അവർ സമ്പത്തിനോടാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അള്ളാഹുവിൻ്റെ തൃപ്തിയേക്കാൾ അവർ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നവരായി മാറുന്നു. റബ്ബിൻ്റെ തൃപ്തിയേക്കാൾ ചില മനുഷ്യന്മാർക്ക് വലുതെന്താ? അള്ളാഹിൻ്റെ തൃപ്തിയേക്കാൾ വലുത് ചില മനുഷ്യന്മാർക്ക് സമ്പത്താണ് വലുത്. അള്ളാഹിൻ്റെ തൃപ്തിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളിടത്താണ്. ഈ പ്രവർത്തനത്തിലേക്ക് മനുഷ്യൻ എത്തിപ്പെടാനുള്ള കാരണം അവൻ്റെ സമ്പത്തിനോടുള്ള ആർത്തിയാണ്. മഹാനായ തഫ്സീറുസ് സഅദി പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരുന്ന വാക്കാണ്, മനുഷ്യൻ സമ്പത്തിൻ്റെ പിന്നാലെ പോവുക, അള്ളാഹു കൽപ്പിച്ചതിനെ മറന്നിട്ട് അള്ളാഹിൻ്റെ തൃപ്തിയെ വേണ്ടെന്ന് വെച്ചിട്ട് തൻ്റെ ഇഷ്ടപ്രകാരം സമ്പത്തുള്ളൊരു ജീവിതം മതി എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരായി മാറുകയാണ്. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, തഇസ അബ്ദുദ് ദീനാർ വദ്ദിർഹം. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ദീനാറിൻ്റെയും ദിർഹമിൻ്റെയും അടിമ നശിച്ചിരിക്കുന്നു. ദീനാറിൻ്റെയും ദിർഹമിൻ്റെയും അടിമ നശിച്ചിരിക്കുന്നു എന്നാണ്. അള്ളാഹിൻ്റെ അടിമല്ല. ചില മനുഷ്യന്മാർ അള്ളാഹിൻ്റെ അടിമ, സമ്പത്തിന് അടിമപ്പെടുക, അള്ളാഹിനെ മറക്കുക, ഉടമസ്ഥനായ റബ്ബിനെ മറക്കുക, ഖാലിക്കും മാലിക്കും മുതസരിഫും ആയ മുദബ്ബിറായ റബ്ബിനെ മറക്കുക. എന്നിട്ട് അള്ളാഹിനെ മറന്നിട്ട് മനുഷ്യന്മാർ ജീവിക്കുന്നത് എങ്ങനെയാണ്? അവർ സമ്പത്തിനടിമപ്പെട്ട് ജീവിക്കുക, സമ്പത്തിന് വേണ്ടി എന്ത് തോന്നിവാസം ചെയ്യാനും മടിക്കാത്ത മനുഷ്യന്മാർ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുന്നു എന്ന് പറയുന്ന പല ആളുകളും സമ്പത്തിൻ്റെ കാര്യത്തിൽ പിന്നാലെയാണ്, സമ്പാദിക്കുന്ന വിഷയത്തിൽ പിന്നാലെയാണ്. ആരാധനകൾ കൊണ്ട് ജീവിതം ധന്യമാണ്. പല ആളുകളും നിസ്കരിക്കാൻ പള്ളിയിലുണ്ട്, ജമാഅത്തുകൾക്കുണ്ട്, എല്ലാ കാര്യവും ഒക്കെയാണ്. ലൈംഗിക രംഗത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധിയുണ്ട് എന്ന് അവകാശപ്പെടുന്നു, അവിടെയും സൂക്ഷ്മത പാലിക്കുന്ന മനുഷ്യന്മാരുണ്ട്. കുടുംബജീവിതം ആനന്ദമാണ്, സന്തോഷകരമാണ്. പക്ഷേ സാമ്പത്തിക രംഗത്ത് കടന്നു വരുമ്പോൾ അതിലൊരു ശുദ്ധതയില്ലാത്ത, അതിലൊരു വൃത്തിയില്ലാത്ത ഒരു ജീവിത പശ്ചാത്തലം നമുക്കുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മനുഷ്യൻ പറ്റിക്കാനും ചതിക്കാനും വേണ്ടിയൊക്കെ ജീവിക്കുക, അങ്ങനെ പ്ലാൻ ചെയ്ത് അതിനുവേണ്ടി ചില ഒരുക്കങ്ങൾ നടത്തുന്ന മനുഷ്യരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇടപാടുകൾ നടത്തുന്നിടത്ത്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ്റെ ഇസ്സത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി അറിയണമെങ്കിൽ അവനോട് ഇടപാട് നടത്തി നോക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു രാത്രി കടന്നു നോക്കാൻ, അതേപോലെ തന്നെ കൂടെ യാത്ര ചെയ്താൽ അറിയാം. ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളാണ്. സാമ്പത്തിക വിഷയത്തിൽ അതിൻ്റെ അടിസ്ഥാനം എന്താവണം, ഏതായിരിക്കണം ഹലാലായ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഏതാണ് നമുക്ക് അർഹതപ്പെട്ട മുതൽ? ഒന്ന്, അധ്വാനിച്ച് ജോലി ചെയ്ത് നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണമാണ് ഹലാലായ നമ്മുടെ സമ്പാദ്യം. രണ്ട്, കച്ചവടത്തിലൂടെ നേടിയെടുക്കുന്നതാണ് ഹലാലായ നമ്മുടെ സമ്പാദ്യം. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടം നിങ്ങൾക്ക് ഹലാലാക്കിയിരിക്കുന്നു. വഹറമ റിബ, പലിശ നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു. മൂന്നാമത്തത്, അനന്തര സ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അത് നിങ്ങൾക്ക് അനുവദനീയമാണ്. നാലാമത്തത്, ഹദിയയായി സമ്മാനമായി നിങ്ങൾക്ക് കിട്ടുന്നത്, ഹദിയയായി നമുക്ക് കിട്ടുന്ന സമ്പാദ്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് അനുവദനീയമാണ്. സഹോദരങ്ങളെ, ഇത്തരം വിധികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. അഞ്ചാമത്തെ കാര്യം, നിധിയിലൂടെ നമുക്ക് കിട്ടുന്ന സമ്പാദ്യം. നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന നിധി, സ്വാഭാവികമായും കിട്ടുന്ന നിധികളുണ്ട്. ആ നിധികൾ നമുക്ക് ഉപയോഗിക്കാം. ഇസ്ലാം അനുവദിച്ചതാണ് നിധി. ഈ 5 കാര്യങ്ങളല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമ്പാദ്യങ്ങളുണ്ടോ, അതിനെക്കുറിച്ച് നന്നായി നമ്മൾ പുനർവിചിന്തനം നടത്തണം. മറ്റുള്ളവരെ തൃപ്തിപ്പെടാത്ത രൂപത്തിലുള്ള കച്ചവടത്തെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എങ്ങനെയാണ്? നിങ്ങളൊരാളുമായി കച്ചവടം നടത്തുകയാണെങ്കിൽ 2 ആളുകളും തൃപ്തിപ്പെടുന്നതാവണം. വാങ്ങുന്നവനും തൃപ്തി, കൊടുക്കുന്നവനും തൃപ്തി. അപ്പോഴൊരു കച്ചവടം പോലും ഹലാലാകുള്ളൂ. നമ്മുടെ നാടുകളിൽ ഹോട്ടലുകൾ നടത്തുന്ന ആളുകൾ, വലിയ വലിയ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. പച്ചയായി നല്ല ഭക്ഷണം മുന്നിലേക്ക് വെച്ചു കൊടുക്കേണ്ടതിന് പകരം പച്ചയായി വൃത്തികെട്ട പഴയതും പുളിച്ചതും പുതുക്കിപ്പണിത് മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടുപോയി വെച്ച് അതിലൂടെ സമ്പാദിച്ച് മറ്റുള്ളവന്റെ ശരീരത്തിന് രോഗം വരെ സമ്പാദിക്കുന്ന മനുഷ്യന്മാരുണ്ട്. തൃപ്തിയാകുല ജീവിതം, ഹലാലാകുല സമ്പാദ്യം. ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മുടെ നാടുകളിൽ കച്ചവടം നടത്തുന്നിടത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പുകയില വസ്തുക്കൾ വിൽപ്പന നടത്തുന്ന ആളുകൾ, സിഗരറ്റ് വിൽക്കുന്നവർ. അത്തരം വസ്തുക്കൾക്ക് വിൽപ്പന നടത്തിയിട്ട് ആ സമ്പാദ്യം കൊണ്ട് മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നവർ, മറ്റുള്ളവന്റെ ജീവിതത്തെ തുലച്ച് മറ്റുള്ളവനെ ലഹരിയിലേക്ക് തള്ളിവിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് ജീവിച്ചാൽ എന്ത് ഹലാലാണ് സഹോദരങ്ങളെ കച്ചവടത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുക? എന്ത് തൃപ്തിയാണ് ആ കച്ചവടത്തിൽ നമുക്ക് ലഭിക്കുക? അവിടെ ജോലി ചെയ്യുന്നിടത്തും കച്ചവടം ചെയ്യുന്നിടത്തൊക്കെ നീതിയും അതിൻ്റെതായ ശുദ്ധിയും പാലിച്ചുകൊണ്ടാവണം അതും നമ്മൾ നിർവഹിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണം. ഒരാൾക്കൊരു നിധി കിട്ടിയാൽ അതിൻ്റെ അളവനുസരിച്ച് അതിൻ്റെ 20% സക്കാത്തിൻ്റെ വിഹിതം കഴിച്ചിട്ടാണ് ബാക്കിയുള്ളത് നമുക്ക് അവകാശമായി വരികയുള്ളൂ. ഇങ്ങനെ അല്ലാഹ് അനുവദിച്ചത് തന്നെ അതിൻ്റെ വൃത്തിയിലും വെടുപ്പിലുമാവണം നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നാണ്. പക്ഷേ ഹലാലും ഹറാമും നോക്കാതെ മനുഷ്യന്മാർ ഓടി നടന്ന് സമ്പത്തിൻ്റെ പിന്നാലെ ഓടുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നോക്കൂ, നിങ്ങൾ എല്ലാ ഉമ്മത്തിനും സമ്പത്ത് ഒരു പരീക്ഷണമാണ്, ഒരു ഫിത്നയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മഹാനായ കഅബ് ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വിശദീകരിക്കുന്നത്, ഖാല സമിഅതു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്നത്തുൻ. നോക്കൂ, നിങ്ങൾ എല്ലാ ഉമ്മത്തിനും ഒരു ഫിത്നയുണ്ട്, ഒരു പരീക്ഷണമുണ്ട്. ഫിത്നതൻ, ഫിത്നതു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ ഫിത്ന അത് അൽ മാൽ, ധനമാണ്. എൻ്റെ ഉമ്മത്തിൻ്റെ പരീക്ഷണം എന്നുള്ളത് അവൻ്റെ കയ്യിൽ കിട്ടുന്ന സമ്പാദ്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ കഅബ് ബിൻ ഇയാദിൽ നിന്ന് ഉദ്ധരിക്കുന്ന നിവേദനം ചെയ്യുന്ന ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസാണ്. എത്ര വ്യക്തമാണ് സഹോദരങ്ങളെ! അല്ലാഹുവിൻ്റെ റസൂലിനോട്, പ്രവാചകന്മാരോട് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, യാ അയ്യുഹർ റസൂൽ. നോക്കൂ, നിങ്ങൾ പ്രവാചകന്മാർക്കും അത് ബാധകമാണ്. അയ്യുഹർ റസൂൽ കുലൂ മിൻ ത്വയ്യിബാത്ത്, നിങ്ങൾ ത്വയ്യിബായത് ഭക്ഷിക്കണം, നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണം നന്നാക്കണം, ഹലാലല്ലാത്ത മറ്റുള്ളത് നിങ്ങൾ കഴിക്കരുത്. എന്നിട്ട് പറഞ്ഞു, വഅമലു സ്വാലിഹാ വഅമലു സ്വാലിഹൻ, അമലു സ്വാലിഹാത്തുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഇതാരോടാ? അയ്യുഹർ റസൂൽ, ഏ പ്രവാചകന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് നടത്തുകയാണ്. സഹോദരങ്ങളെ, എല്ലാവർക്കുള്ള നിബന്ധനയാണ്.
പ്രവാചകന്മാർക്ക് അതിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും ബാധ്യതയാണെന്ത്? പ്രവാചകന്മാർക്ക് വരെ ബാധ്യതയാണെന്ത്? നല്ല ഭക്ഷണം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും സമ്പാദ്യം കൈകാര്യം ചെയ്യണമെന്നുള്ളത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. തട്ടിപ്പറിച്ചാൽ മാത്രമല്ല, അത് അവിഹിത സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അത് തട്ടിപ്പറിക്കൽ മാത്രമല്ല, മറിച്ച് കൈക്കൂലി വാങ്ങുന്നത്, കൈക്കൂലി കൊടുക്കുന്നത്, അതൊക്കെ ഈ ഇതിൽപ്പെട്ടതാണ്. ഒരു ഫയൽ കൊണ്ട് ഒരു ഓഫീസിലേക്ക് കയറി ചെന്നാൽ ഏതെങ്കിലുമൊക്കെ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരടിവരയിട്ട് മനസ്സിലാക്കണം, എൻ്റെ പോക്കറ്റിലേക്ക് മാസത്തിൽ കിട്ടുന്ന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന എൻ്റെ ശമ്പളത്തിനപ്പുറം ഞാൻ ഈ ഫയൽ ഒന്ന് നീക്കണമെങ്കിൽ, ഇതിലൊരു സൈൻ ചെയ്യണമെങ്കിൽ എൻ്റെ പോക്കറ്റിലേക്ക് 500-ൻ്റെയും 1000-ൻ്റെയും 2000-ൻ്റെയും രൂപകൾ എൻ്റെ പോക്കറ്റിൽ വരണമെന്ന് കൊതിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഹറാമിന്റെ സമ്പാദ്യമാണ് അവർ സമ്പാദിക്കുന്നത്, പച്ചയായ കൊള്ളത്തരമാണത്. നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്ന കൃത്യമായ ബോധ്യമുണ്ടാവണം. കൈക്കൂലി വാങ്ങുന്ന സമ്പ്രദായം. അതേപോലെ തന്നെ നോക്കൂ, നിങ്ങൾ ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. എവിടെയാണ് ജോലി എന്ന് ചോദിച്ചാൽ ബാങ്കിലാണ് ജോലി. അവിടെ ലോൺ എഴുതി കൊടുക്കാൻ, അതിന് കൈയെഴുത്തിടാൻ, ആളുകളുടെ പലിശ ഇടപാടുകൾക്ക് കൂട്ടുനിൽക്കാൻ അതിനുവേണ്ടി ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവരും ശ്രദ്ധിക്കേണ്ടതാണ്. അഖിലുർ റിബാ വമുകിലഹു വകാതിബഹു വശാഹിദൈഹി ഖാലഹും സവാഉൻ. പലിശ വാങ്ങുന്നവനും തിന്നുന്നവനും തീറ്റിക്കുന്നവനും കൈയെഴുത്തിടുന്നവനും സാക്ഷി നിൽക്കുന്നവനും എല്ലാവരും ഒരുപോലെയാണ്. ആരും അതിൽ നിന്ന് വേറിട്ട് നിൽക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് ബാങ്കുമായുള്ള അത്തരത്തിലുള്ള ഇടപാടുകൾ നമുക്ക് യോജിച്ചതല്ല സഹോദരങ്ങളെ. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമ്പത്തിന് പോലും അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം എന്നർത്ഥം. അതിൻ്റെ പലിശയുടെ വിഹിതം ഞാൻ എൻ്റെ കൊണ്ടുപോയി ശേഖരിച്ചിട്ടുള്ള ഡെപ്പോസിറ്റായി വെച്ചിട്ടുള്ള ഞാൻ കൊടുത്ത എൻ്റെ പണമല്ലാതെ അതിൻ്റെ പുറത്ത് 1 രൂപ പലിശയുടെ വിഹിതമായി എൻ്റെ മക്കൾ കഴിക്കുന്ന, ഞാൻ ഭക്ഷിക്കുന്ന സമ്പാദ്യത്തിലേക്ക് അത് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ കളവുകൾ പറഞ്ഞ് സമ്പാദിക്കുന്ന മനുഷ്യന്മാർ കച്ചവട രംഗത്തും, അതേപോലെ ഈ ബ്രോക്കർമാരായി നിൽക്കുന്ന ആളുകളൊക്കെ ഇല്ലാത്ത മഹത്വങ്ങൾ പറഞ്ഞ് പിന്നെ വസ്തുക്കൾക്ക് വില പറഞ്ഞുകൊണ്ട് കച്ചവടം നടത്തുന്ന ആളുകൾ മഹത്വം ഉണ്ടാവില്ല. എന്നിട്ട് അതിന് കുറെ മഹത്വങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ്, കളവുകൾ ഉണ്ടാക്കി പറഞ്ഞ് അതിന് മഹത്വം ഉണ്ടാക്കിയിട്ട് കച്ചവടം ചെയ്യുക. അത്തരം സമ്പാദിക്കാൻ വേണ്ടി എന്തും പറയാമെന്ന, എന്തും ചെയ്യാമെന്ന ആ ധാർഷ്ട്യവും ചിന്തയുമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനിന് യോജിച്ചതല്ല. എങ്ങനെയും സമ്പാദിക്കാമെന്ന ചിന്ത നമുക്ക് യോജിച്ചതല്ല. അതേപോലെ തന്നെ അഴിമതി നടത്തുന്ന ആളുകൾ, സാമ്പത്തികമായ ക്രമക്കേടുകളിലൂടെ ജീവിക്കുന്ന ആളുകൾ, പല രൂപത്തിലും സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, സഹോദരങ്ങളെ അവിടെയൊക്കെ നമ്മൾ സൂക്ഷിക്കണമെന്നാണ്. നിസ്സാരമായി നമ്മുടെ നാടുകളിൽ പിന്നെ ശാസ്ത്രം പോലെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് പിന്നെ സമ്പാദിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഒരു കുറ്റിയടിക്കാൻ പോവുക, എന്നിട്ട് അതിന് പണം വാങ്ങുക, അതിനൊരു ശാസ്ത്രം പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ കിണറിന് സ്ഥാനം നോക്കാൻ വേണ്ടി പോവുക, എന്നിട്ട് ആ കിണറിൻ്റെ സ്ഥാനം പറഞ്ഞിട്ട് അവിടെ അതിന് പ്രത്യേകമായ ഒരു രൂപവും ഭാവവും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൽ നിന്ന് സമ്പാദ്യം പ്രതീക്ഷിക്കുന്നവർ. അതേപോലെ തന്നെ കുറ്റിപൂജ പോലെയുള്ള ആചാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ. നോക്കൂ നിങ്ങൾ, എത്രയെത്ര ഗൗരവമായ വിഷയങ്ങളാണ്. മുഹറം 10 കഴിയട്ടെ എന്ന വിശ്വാസം വെച്ചുകൊണ്ട് ഇടപാടുകൾ നടത്തുന്ന ആളുകൾ. ഇതൊക്കെ ഹലാലായ സമ്പാദ്യമാണ് എന്ന ധാരണയുണ്ടെങ്കിൽ അത് തിരുത്തണം എന്നർത്ഥം. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇത്തരം വിഷയങ്ങളൊക്കെ വ്യക്തമായി പഠിച്ചുകൊണ്ടാവണം, ചിന്തിച്ചുകൊണ്ടാവണം നമ്മളൊരു സമ്പാദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടത്. ഒരു കാരണവശാലും മറ്റുള്ളവൻ തൃപ്തിപ്പെടാത്തൊരു മുതൽ എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തലാണ് സഹോദരങ്ങളെ നമ്മുടെ സമ്പാദ്യം ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അതിന് വിചാരണയുണ്ട്. ഞാൻ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന് വിചാരണയുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ കൽബിൽ എപ്പോഴും വേണം. മറ്റുള്ളവനെ ചതിച്ചിട്ടില്ല, ആരെയും ഞാൻ പറ്റിച്ചിട്ടില്ല, ആരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമുക്ക് സാധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ, നിങ്ങളങ്ങനെ സമ്പാദിച്ചാലുള്ള അപകടം എന്താ പ്രത്യേകത? ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ കേൾക്കൂല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം,
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവനാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ, നല്ലതല്ലാതെ മറ്റൊന്നും അവൻ സ്വീകരിക്കുന്നതല്ല. നല്ലതല്ലാത്തതൊന്നും അല്ലാഹു സ്വീകരിക്കില്ല. അല്ലാഹ് നല്ലവനാണ്, നല്ലതല്ലാത്തതൊന്നും അവൻ സ്വീകരിക്കുകയില്ല. വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരോട് കൽപ്പിച്ച കൽപ്പന പരിശുദ്ധ ഖുർആനിലൂടെ എടുത്തു പറഞ്ഞു. നേരത്തെ ഓതിയ വചനം അതാണ്. യാ അയ്യുഹൽ റസൂൽ, പ്രവാചകന്മാരെ, കുലൂ മിൻ ത്വയ്യിബാത്ത്, നിങ്ങൾ ത്വയ്യിബായത് നല്ലതായ ഭക്ഷണം നിങ്ങൾ ഭക്ഷിക്കണേ. വഅമലുസ് സ്വാലിഹാ, അമലുസ് സ്വാലിഹാത്തുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം കേട്ടോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാർക്കുള്ള നിർദ്ദേശം അവിടെ നിർത്തിയോ? ഇല്ല. വഖാല യാ അയ്യുഹല്ലദീന ആമനു, എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരോടുള്ള നിർദ്ദേശം വെച്ചു. എന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ മറ്റൊരായത്ത് കൂടി കൂട്ടത്തിൽ ഓതുകയാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും. കുലൂ മിൻ ത്വയ്യിബാത്ത്, കുലൂ നിങ്ങൾ തിന്നണം. എന്തിനെ? മിൻ ത്വയ്യിബാത്ത്, ത്വയ്യിബായതിൽ നിന്ന്, നല്ലതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം. മറ്റുള്ളവൻ്റെ വെറുപ്പിലൂടെ, സ്ത്രീധനത്തിൻ്റെ സമ്പാദ്യത്തിലൂടെ, പലിശയുടെ സമ്പാദ്യത്തിലൂടെ, കൊള്ളയടിച്ചു വാങ്ങിയതിലൂടെ, അതേ കൈക്കൂലി വാങ്ങിയതിലൂടെ ഒന്നും നിങ്ങൾ തിന്നരുത്. ത്വയ്യിബായത് നിങ്ങൾ ഭക്ഷിക്കണം. മാ റസഖ്നാകും, അള്ളാഹു നിങ്ങൾക്ക് തന്ന റിസ്ഖിൽ നിന്ന് ത്വയ്യിബായത് നിങ്ങൾ കഴിക്കണമെന്ന്. സുമ്മ ദക്കറ റജുൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തി തന്നു. ആ മനുഷ്യന്റെ പ്രത്യേകത യുതീറു സഫർ അശ്അസ അഗ്ബറ, ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന മനുഷ്യനെ പോലെ ഒരു മനുഷ്യനെ ഉപമിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ? അശ്അസ അഗ്ബറ, ക്ഷീണമുണ്ട്, യാത്രയുടെ ക്ഷീണം അയാളുടെ ശരീരത്തിലുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ മനുഷ്യൻ പള്ളിയിലേക്ക് വന്നു. യമുദ്ദു യദൈഹി ഇലസ്സമാ, രണ്ട് കൈകളും അയാൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. യാ റബ്ബി യാ റബ്ബി, എൻ്റെ റബ്ബേ എൻ്റെ റബ്ബേ എന്നയാൾ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ആ മനുഷ്യന്റെ പ്രത്യേകത വമത്മഅഹു ഹറാം, അയാൾ ഭക്ഷിക്കുന്ന ഭക്ഷണം ഹറാമിൻ്റെതാണ്. വമശ്റബഹു ഹറാം, പിന്നെ കുടിക്കുന്ന പാനീയം ഹറാമിൻ്റെതാണ്. വമൽബസഹു ഹറാം, അയാൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമിൻ്റെ വസ്ത്രമാണ്. വഗുദിയ ബിൽ ഹറാം, ഹറാമിനാൽ ഊട്ടപ്പെട്ട ജീവിതമാണ്. വീട് ലോണിൻ്റെ, വാഹനം ലോണിൻ്റെ, ഉണ്ടാക്കുന്ന സമ്പാദ്യങ്ങളോ അതൊക്കെ പലിശയുടെയും മറ്റുള്ളവനെ ചതിച്ചിട്ടുള്ളതാണെങ്കിൽ എങ്ങനെയാണ് അവൻ്റെ ദുആ അള്ളാഹു സ്വീകരിക്കുക? അവൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്ത് വിലയുണ്ട് റബ്ബിൻ്റെ അടുക്കൽ? ഹറാമ് തിന്നവൻ്റെ ദുആക്ക് എന്ത് വിലയുണ്ട് സഹോദരങ്ങളെ, എന്ത് വിലയുണ്ട്? ദീനിനെ വിറ്റിട്ട് ഭക്ഷണം കഴിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഇല്ലാത്ത ആദർശങ്ങൾ, ഇല്ലാത്ത ആശയങ്ങൾ സമൂഹത്തെ പഠിപ്പിച്ച്, സമൂഹത്തിൽ നിന്ന് ആദർശത്തെ വിറ്റുകൊണ്ട്, ദീനിനെ പണയം വെച്ചുകൊണ്ട്, ഹക്കിനെ മറച്ചു വെച്ച് ബാത്തിലിനെ ജനങ്ങളോട് പ്രചരിപ്പിച്ചിട്ട് അതിലൂടെ സമ്പാദിക്കുന്ന മനുഷ്യന്മാർ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ബോധമായി, തെളിമയാർന്ന മാർഗമായി സഹോദരങ്ങളെ ഉണ്ടാവണം എന്നുള്ള തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു, ആ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് തുബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഓ സഅദേ, താങ്കൾ ഭക്ഷണം നന്നാക്കുക, എങ്കിൽ താങ്കൾക്ക് ദുആക്ക് ഉത്തരം ലഭിക്കുന്നതാണ്.
അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുത്തരം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഹലാലായ ഭക്ഷണം, ഹലാലായത് നിങ്ങൾ ഭക്ഷിക്കണമെന്നാണ്. ഏത് വിധത്തിലും സമ്പാദിക്കാം, ഏത് വിധത്തിലും ഉണ്ടാക്കാമെന്ന ധാരണ സഹോദരങ്ങളെ ഒഴിവാക്കണം. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം, മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം. സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ്റെ സമ്പത്തിനെ അള്ളാഹു പഠിപ്പിച്ചത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ദുനിയാവിലെ സ്വത്തും സന്താനങ്ങളും സീനത്തുൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിലെ നിങ്ങളുടെ അലങ്കാരം മാത്രമാണ്. അതൊരു അലങ്കാരമാണ്. അത് കണ്ണിനെപ്പോഴും ആനന്ദമായി, മനസ്സിനിങ്ങനെ കുളിർമയായി നമുക്ക് തോന്നിപ്പിക്കുന്ന ഒരു അലങ്കാരമാണ്. അതിൻ്റെ അർത്ഥം സമ്പാദിക്കണ്ടെന്നോ സമ്പാദിക്കാൻ വേണ്ടി പോകണ്ടെന്നല്ല, ഉള്ളതിൽ തൃപ്തിയോടുകൂടി ഹലാലായത് മാത്രം സമ്പാദിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. ഇസ്ലാമിക ചരിത്രത്തിൽ ഹലാലായ മാർഗത്തിൽ സമ്പാദ്യം നേടിയ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. ആരാ ഖബ്ബാബ് എന്നറിയോ നിങ്ങൾ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മജ്ലിസിലേക്ക് ഒരിക്കൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു കയറി വരുമ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുതുകത്തൊരു തുണിയുണ്ട്. തോളിൻ്റെ മുകൾ ഭാഗം മുതൽ താഴെ വരെ തൂങ്ങി നിൽക്കുന്നൊരു തുണി, കണങ്കാല് വരെ, മുട്ടിൻ്റെ പിൻവശം വരെ, അടിഭാഗം വരെ തൂങ്ങി നിൽക്കുന്ന ഒരു തുണിയുണ്ട് എപ്പോഴും ഖബ്ബാബിൻ്റെ മുതുകത്ത്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ ആ തുണി താഴെ വീണു. ഖബ്ബാബിൻ്റെ മുതുകത്തുള്ള തുണി താഴെ വീണു. ഖബ്ബാബിൻ്റെ മുതുക് ഭാഗം കണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വല്ലാതെ അത്ഭുതപ്പെട്ടത് ചരിത്രത്തിൽ നമുക്ക് കാണാം. മാംസങ്ങളില്ല ഖബ്ബാബിൻ്റെ മുതുകത്ത്. പിഴുതെടുക്കപ്പെട്ട എല്ലിൻ്റെ ഭാഗം മാത്രം പ്രകടമാകുന്ന ഖബ്ബാബിൻ്റെ മുതുക് കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സുബ്ഹാനല്ലാഹ് യാ ഖബ്ബാബ്, ഖബ്ബാബ് എന്താണിത്? ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഉപദേശം അല്ലെങ്കിൽ റസൂലുള്ളാഹിൻ്റെ ദഅവത്ത് സ്വീകരിച്ച് ഇസ്ലാമിൻ്റെ രാജപാതയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ, അത് കടന്നു വരുന്നതിന് മുമ്പ് ഞാനൊരു ഇരുമ്പ് ആലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. എൻ്റെ യജമാനൻ മുശ്രിക്കാണ്. ഞാൻ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ ഞാൻ മുസ്ലിമായി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഇരുമ്പ് കൊണ്ടുള്ള ഒരു കിടത്താനുള്ളൊരു കട്ടിൽ പോലെ ഒരു ഇരുമ്പ് കൊണ്ടുള്ളൊരു കട്ടിലുണ്ടാക്കുകയും അതിലെന്നെ പഴുപ്പിച്ചിട്ട് അതിൽ പിടിച്ച് കിടത്തുകയും ഇരുമ്പിൻ്റെ കമ്പി പഴുപ്പിച്ച് പഴുത്തു നിൽക്കുന്നതിൻ്റെ ഭാഗത്തു നിന്ന് ഇരുമ്പിൻ്റെ കമ്പി പഴുപ്പിച്ചെൻ്റെ പുറത്തുള്ള മുതുകത്തുള്ള മാംസങ്ങൾ പിഴുതെടുക്കുകയും ചെയ്തത് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ എൻ്റെ യജമാനൻ എനിക്ക് തന്ന സമ്മാനമാണ് പറയുന്നത്. എൻ്റെ മുതുകത്ത് ചെലവും ചോരയും ഒരുപോലെ വലിച്ചിറങ്ങിയൊരു കാലമുണ്ടായിരുന്നു ഉമർ. എന്നെ ആലയിലെ ജോലിയില്ലാ തൊഴുത്തിൽ എന്നെ കെട്ടിയിട്ടിരുന്ന കാലത്ത് എന്നെ ചൂടാക്കാൻ വേണ്ടി ഉപയോഗിച്ച കമ്പികൾ എൻ്റെ മുതുകത്ത് നിന്ന് വലിച്ചിറങ്ങുന്ന ചോരയുടെയും ആ പഴുപ്പിൻ്റെയും ജലത്തിൻ്റെയും ചോരയുടെയും ഒക്കെ കാഠിന്യം കൊണ്ട് ആ ഇരുമ്പിൻ്റെ പഴുപ്പിച്ച കമ്പി കെട്ടുപോകുമാറ് ഉണ്ടായിരുന്നു എൻ്റെ മുതുക്. പിന്നെ അവിടുന്ന് എന്നെ മോചിപ്പിച്ച് ഞാൻ അവിടുന്ന് വന്ന് ഇസ്ലാമിൻ്റെ രാജപാതയിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് കിട്ടിയ സമ്മാനമാണ് ഉമറേ ഈ സമ്മാനമെന്ന് പറഞ്ഞ മഹാനായ ഖബ്ബാബിനെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം സമ്പന്നനായി മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. ഹലാലായ മാർഗത്തിലുള്ള സമ്പാദ്യം, കച്ചവടത്തിലൂടെ നേടിയെടുത്ത സമ്പാദ്യങ്ങൾ, ഒരുപാട് ദിർഹമുകൾക്കും ദീനാറുകൾക്കും ഉടമസ്ഥനായി മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. ഒരുപാട് സമ്പാദ്യം ഖബ്ബാബിൻ്റെ കൈകളിലുണ്ടായിരുന്നു. ചരിത്രത്തിൽ നമുക്ക് കാണാം, ഖബ്ബാബിൻ്റെ സമ്പാദ്യം കൂട്ടിവെക്കുന്ന അതിൻ്റെ ഒരു വിഹിതം പുറത്ത് പരസ്യമായി വെക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മൂലയിൽ. എന്തിനറിയങ്ങൾ? ആർക്കെങ്കിലും ആവശ്യമുള്ളവർ എടുത്തോട്ടെ എന്ന് കരുതിയിട്ട് സ്വതക്കയായി ആവശ്യക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തിനെ അദ്ദേഹം മുന്നിലേക്ക് ജനങ്ങളിലേക്ക് തുറന്നു വെച്ചിരുന്നു. പക്ഷേ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മരണത്തിൻ്റെ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയം സ്വഹാബത്ത് പറയാണ്, ഞങ്ങളിൽ ചിലർ ഖബ്ബാബിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുകളിലൂടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഖബ്ബാബിൻ്റെ വാക്ക്, അതെ, ലോകത്തുള്ള സകല മനുഷ്യന്മാരും എൻ്റെ കൂടെ ജീവിച്ച പല സ്വഹാബികളും പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും കാലത്ത് അള്ളാന്റെ ദീനിനു വേണ്ടി ത്യാഗം സഹിച്ചവരാണ്. അവർക്കൊക്കെ ആഖിറത്തിൽ പ്രതിഫലമുണ്ട്. എനിക്ക് പേടിയാകുന്നു ഉമറേ,
എനിക്ക് പേടിയാകുന്നു എന്ന് സ്വഹാബത്തിനോട് പറയാണ്. എന്താ പ്രത്യേകത എന്നറിയോ? ഞാൻ ഉണ്ടാക്കിയ സമ്പത്ത് അള്ളാഹു, ഞാൻ എത്ര ഹലാലായ മാർഗത്തിൽ എൻ്റെ സമ്പാദ്യം ശേഖരിക്കാൻ ശ്രമിച്ചാലും എൻ്റെ അക്കൗണ്ടിലേക്ക് അള്ളാഹു സമ്പത്ത് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കാൻ. എൻ്റെ പേടി എന്തെന്നറിയോ? ഞാൻ ഇവിടെ ദീനിനു വേണ്ടി അനുഭവിച്ച ത്യാഗത്തിനും ചെയ്ത പുണ്യകർമ്മങ്ങൾക്കുമുള്ള പ്രതിഫലം അല്ല ഇവിടെ തന്നെ തന്നു തീർക്കുകയാണോ എന്ന പേടിയാണ് എൻ്റെ കൽബിലുള്ളത് എന്ന് മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി ചരിത്രത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, സമ്പത്ത് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് ആഖിറത്തിലേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന, റബ്ബിൻ്റെ മാർഗത്തിലേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു തുള്ളി ഭക്ഷണം നമ്മൾ വായിലേക്ക് വെക്കുമ്പോൾ നമ്മുടെ കൽബിലേക്ക് ഓടി വരേണ്ട ഫലസ്തീനിന്റെ മണ്ണിൽ പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും വേദന അനുഭവിക്കുന്നവരെ ഒരു നിമിഷം നമ്മൾ ഓർക്കാറുണ്ടോ സഹോദരങ്ങളെ? അവർക്ക് വേണ്ടി ഭക്ഷണം കഴിക്കുമ്പോൾ അവരെ ഓർത്തൊരു അൽഹംദുലില്ലാഹ്, ഞാൻ എത്ര സൗഭാഗ്യവാനാണ് റബ്ബേ, നീ എത്ര കാരുണ്യവാനാണ്, എനിക്ക് ഈ അനുഗ്രഹങ്ങൾ തന്ന റബ്ബേ, ഫലസ്തീനിന്റെ മക്കൾക്ക് നീ സഹായിക്കണേ എന്നൊരു വാക്ക് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ സഹോദരങ്ങളെ? അവർക്ക് നീ കരുണ നൽകണേ എന്ന് പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് കിട്ടിയ സമ്പത്ത് പോരാ പോരാ പോരാ, ഇനിയും വേണമെന്ന് കൊതിക്കുമ്പോ ഹലാലും ഹറാമും നോക്കാതെ സമ്പാദ്യങ്ങൾ വാരിക്കൂട്ടുമ്പോൾ നമ്മൾ ഓർക്കണം, ഒരുപാട് വേദനകൾ അനുഭവിക്കുന്നവർ നമ്മുടെ മണ്ണിലുണ്ട്. ഞാൻ ഈ സമ്പാദിച്ച സമ്പാദ്യത്തിന്, ഞാൻ ഈ ചെലവഴിക്കുന്ന സമ്പാദ്യത്തിന് എൻ്റെ റബ്ബിൻ്റെ കോടതിയിൽ ഞാൻ മറുപടി പറയണമെന്ന കൃത്യമായ ചിന്തയോടുകൂടി ആവണം സഹോദരങ്ങളെ നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുകയാണ്. നോക്കൂ നിങ്ങൾ, ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ താൻ എടുത്തത് എന്ന് നോക്കാതെ ചെലവഴിക്കുന്ന ഒരു കാലം വരും. ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, സമാനുൻ, അന്തിമ കാലം വരാനുണ്ട്. അവരുടെ പ്രത്യേകത നോക്കൂ നിങ്ങൾ. ലാ യുബാലി അൽ മർഅതു മാ അഖദ മിൻഹു ആമിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹറാമാണോ ഹലാലിൽ നിന്നാണോ ഞാൻ സമ്പാദിച്ചത് എന്ന് ചിന്തിക്കാതെ ജനങ്ങൾ ധനം വാരിക്കൂട്ടുന്ന ഒരു കാലം വരാനിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിൻ്റെ അടയാളമായി പറഞ്ഞതാണ്. അങ്ങനെ ഒരു കാലം വരും, ഒന്നും നോക്കൂല, എൻ്റെ സമ്പത്തിൽ ഹറാമുണ്ടോ ഹലാലുണ്ടോ അത് നോക്കാതെ ഇങ്ങനെ വാരിക്കൂട്ടുന്നൊരു കാലം ഉമ്മത്തിന് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങളെ, സമ്പാദിച്ച സമ്പാദ്യം ഹലാലാണോ ഹറാമാണോ അള്ളാഹിനോട് ഉത്തരം പറയണം. അതിങ്ങനെ ചെലവഴിച്ചു അള്ളാഹിനോട് ഉത്തരം പറയണം. പാവപ്പെട്ടവൻ്റെ അവകാശങ്ങളിലേക്ക് അത് എത്തിപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി പരിശോധനയ്ക്ക് വിധേയമാക്കണം. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഖബറിൽ അതിനെ സംബന്ധിച്ച ചോദ്യമുണ്ട്. നമ്മൾ ഹറാം സമ്പാദിച്ചാൽ നമ്മുടെ ബർക്കത്ത് അല്ലാഹു നമ്മളിൽ നിന്ന് എടുത്തു കളയും, നരകത്തിൽ പ്രവേശിക്കും, ഖബറിൽ അതിൻ്റെ അദാബുകൾ അനുഭവിക്കേണ്ടി വരും. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗം സഹോദരങ്ങളെ, ഉള്ള സമ്പത്ത് ശുദ്ധീകരിക്കാനുള്ള മാർഗം സഹോദരങ്ങളെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. സകാത്തിൻ്റെ വിഹിതങ്ങൾ വ്യക്തമായി നമ്മൾ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക. സ്വതക്ക വർദ്ധിപ്പിക്കുക. സ്വതക്ക നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കും, നമ്മളെയും ശുദ്ധീകരിക്കും. അതുകൊണ്ട് ഖുദ് മിൻ അംവാലിഹിം സ്വതക്ക തുതഹിറുക്കും വതുസക്കീഹിം ബിഹാ. ഖുദ് മിൻ അംവാലിഹിം സ്വതക്ക, അവരോട് അവരുടെ സമ്പത്തിനെ സ്വതക്ക ചെയ്യാൻ പറയൂ നബിയെ. എന്തേ പ്രത്യേകത? ഖുദ് മിൻ അംവാലിഹിം സ്വതക്ക തുതഹിറുക്കും വതുസക്കീഹിം ബിഹാ. തുതഹിറുക്കും, അത് അവരെ ശുദ്ധീകരിക്കും, അവരെ നന്നാക്കും. വതുസക്കീഹിം ബിഹാ, നോക്കൂ നിങ്ങൾ, അവരുടെ സമ്പത്തിനെയും അത് ശുദ്ധീകരിക്കും. സമ്പത്തിനെ ശുദ്ധീകരിക്കാനുള്ള, നമ്മളെ ശുദ്ധീകരിക്കാനുള്ള ഒരു വഴിയാണ് സഹോദരങ്ങളെ സ്വതക്ക വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അന്യൻ്റെ സമ്പത്തില്ലാതെ ഹലാലായ സമ്പാദ്യമാണ് നമ്മുടെ കരങ്ങളിലുള്ളതെങ്കിൽ അതിനെ വർദ്ധിപ്പിക്കാനും അതിനെ ശുദ്ധീകരിക്കാനും അതിലെ വീഴ്ചകളെ തിരുത്താനും പറ്റുന്ന ഏറ്റവും നല്ല മാർഗമാണ് ഈ രണ്ട് മാർഗങ്ങൾ, സക്കാത്തും സ്വതക്കയും. അതിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ പാലിക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നതുപോലെ സമ്പാദിക്കുക, മറ്റുള്ളവൻ്റെ പണത്തിൽ നിന്ന് ആഗ്രഹിക്കാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളുടെ പ്രധാനമായ കാര്യം ഉണർത്താനുള്ളത്, ഇന്ന് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന കലക്ഷൻ നമ്മൾ കാര്യമായി തന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട, ഒന്ന് കൈവക്കേണ്ട ഒരു മേഖലയാണ്. നമ്മുടെ ടീച്ചേഴ്സ് കെയർ എന്ന പേരിൽ ഇന്നത്തെ ഒരു ദിവസം എല്ലാ മഹല്ലുകളിലും അല്ലെങ്കിൽ എല്ലാ യൂണിറ്റുകളിലും നമ്മുടെ ഒരു കലക്ഷൻ
നടക്കുന്നുണ്ട്. അത് ടീച്ചേഴ്സ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മദ്രസ അധ്യാപകന്മാർ അവർക്ക് വേണ്ടി ശേഖരിക്കുന്നൊരു സമ്പത്താണ്. വർഷത്തിൽ ഒരിക്കൽ അവർക്ക് വേണ്ടി ശേഖരിക്കുന്നൊരു സമ്പാദ്യമാണ്. എല്ലാ മദ്രസ അധ്യാപകരും ഈ ടീച്ചേഴ്സ് കെയറിൻ്റെ ഇതിലൊരു 500 രൂപയുടെ വിഹിതം കൊടുത്ത് അവർ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. എങ്കിൽ ഈ സ്വരൂപിക്കുന്ന സമ്പത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്ന മെച്ചം എന്തെന്ന് വെച്ചാൽ അവരുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ ആ ടീച്ചേഴ്സിന് ആവശ്യമായ എന്തെങ്കിലും ഒരു നിർണായക ഘട്ടം വരുമ്പോൾ അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളൊരു ധനമായിരിക്കും ഇന്നത്തെ കളക്ഷൻ. അതുകൊണ്ട് നമ്മൾ പരമാവധി കൊടുക്കുക. ഒരു രോഗം നമ്മുടെ അധ്യാപകരിലെ കുടുംബത്തിനൊരു രോഗം വന്നാൽ ആ കുടുംബത്തിന് പിന്നെ അധ്യാപകൻ്റെ പേരിൽ ഒരു അപേക്ഷ പോയാൽ മതി, അതിൻ്റെ ഒരു വിഹിതം, അവർക്ക് അർഹതപ്പെട്ട വിഹിതം അതിൽ നിന്ന് വരും. അതുകൊണ്ട് അധ്യാപകർക്ക് വേണ്ടി, നമ്മുടെ മദ്രസ അധ്യാപകർക്ക് വേണ്ടി സംവിധാനിച്ചിട്ടുള്ളൊരു സംരംഭമാണ് ടീച്ചേഴ്സ് കെയർ എന്ന പേരിൽ ഒരു ഫണ്ട് സമാഹരണ ദിനം എന്ന പേരിലാണ് ഈ ഒരു ദിവസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അതുകൊണ്ട് പരമാവധി നമ്മളാൽ കഴിയുന്ന വിഹിതം നമ്മളതിലേക്ക് കൊടുക്കണം. നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന, നമ്മുടെ മക്കളെ ധാർമ്മിക ബോധത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്ന നമ്മുടെ അധ്യാപകർക്ക് വേണ്ടിയാണ് എന്നൊരു ചിന്തയോടുകൂടി നമുക്ക് കൊടുക്കാം. അത് ഇപ്പം തന്നെ അവർക്ക് കിട്ടില്ല, അവർക്കൊരാവശ്യം വരുമ്പോൾ ഒരപേക്ഷയിലൂടെ അവർക്ക് പിന്നീട് അതിൽ നേടിയെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളൊരു സമ്പാദ്യമായി അത് ഉപയോഗപ്പെടുന്നതാണ് എന്ന ഒരു തിരിച്ചറിവോടുകൂടി ഇൻഷാ അള്ളാഹ് നമ്മളതിലേക്ക് കൊടുക്കാം. ധാരാളമായി നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇത്തരം സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ വിനിയോഗിക്കുക, സമ്പത്ത് വിനിയോഗിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ എല്ലാവിധ ഖൈറും ബർക്കത്തും നമ്മുടെ സമ്പത്തിനും നമ്മുടെ ജീവിതത്തിനും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഫലസ്തീനിൻ്റെ മണ്ണിൽ വേദനകൾ അനുഭവിക്കുന്ന മുസ്ലിം സമൂഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല സലാമത്തിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ അനുഭവിക്കുന്ന വേദനകൾക്ക് പകരം അള്ളാഹു അർഹമായ പ്രതിഫലം അവർക്ക് അള്ളാഹു രേഖപ്പെടുത്തുമാറാവട്ടെ. സ്വസ്ഥതയുള്ള സമാധാനമുള്ളൊരു ജീവിതം അള്ളാഹു അവർക്ക് സമ്മാനിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. اللهم أصلح حال إخواننا وأهلنا في فلسطين. اللهم أصلح حال إخواننا وأهلنا في فلسطين. اللهم أصلح حال إخواننا وأهلنا في فلسطين. اللهم طهر المسجد الأقصى. اللهم احفظ المسجد الأقصى. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر. أشهد أن